ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ ഓണായിട്ട് എല്ലാവരും വിശേഷങ്ങൾ. നമ്മളും ചെറുതായിട്ടൊരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഇത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിക്ക് വേണ്ട കൂട്ടാങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചടിയും കിച്ചടിയും ഓലനും കൂട്ടുകറിയും അവിയലും സാമ്പാറും പിന്നെ രസവും മോരും എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പികൾ ഉണ്ടാക്കിയതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോസാണ് കേട്ടോ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ സാമ്പാറും മോരും രസവും പുളിയഞ്ചിയും പായസവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇത് ഫുഡ് കഴിക്കുമ്പോൾ എടുത്ത വീഡിയോസ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇലയൊക്കെ ഇട്ട് അതിലിങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10-11 ഐറ്റം ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കൂട്ടാനുകളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഓരോന്നായിട്ട് ഇലയിലൊക്കെ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫൈനലി ഞങ്ങൾ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഓണം ആഘോഷിച്ചോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പിന്നെ ഞാൻ ഈ റെസിപ്പികളൊന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പിയുടെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഞാൻ ഓരോന്നും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മലയാളികൾ ഒന്നാകെ ആഘോഷിക്കണതാണല്ലോ ഓണം. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഓണം ആഘോഷിക്കലുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ സദ്യയായിട്ട് കഴിക്കലുണ്ട് കേട്ടോ. ഇനി ഇതാ ഫൈനലി ചോറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സദ്യയുടെ എല്ലാതും റെഡിയായി. പുളിയിഞ്ചി ഉണ്ടായിരുന്നു, അച്ചാറും ഉപ്പേരിയും പപ്പടവും പിന്നെ കായ വറുത്തതും ശർക്കര ഉപ്പേരി എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് ചോറും കൂടെ ഇട്ട് അതിൻ്റെ മേലെ സാമ്പാർ ഒഴിച്ച് പിന്നെ അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നു കേട്ടോ. മോരും രസവും പായസം കൂടെയാണത്. പിന്നെ അതാ എല്ലാം റെഡിയായി. കുട്ടിക്കും ചോറ് വിളമ്പി കൊടുത്തു. കുട്ടിയുടെ ചോറ് കഴിക്കാതിരിക്കണം കേട്ടോ. ഇനി ഉപ്പയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോറ് കഴിക്കും കേട്ടോ. എന്താ അങ്ങനെ ചോറ് വിളമ്പൽ കഴിഞ്ഞ് സാമ്പാറും കൂടെ ഒഴിച്ചു. ഇനി ഉപ്പാനെ വിളിക്കട്ടെ, എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒന്നിച്ച് സദ്യ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.